1998 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക്, അദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. സൈനിക വെൽഫെയർ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലൂടെയും സർക്കാരിനെ വിമർശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ സർക്കാർ നടപടിയെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന് അനുകൂലവും പ്രതികൂലവുമായ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത ചില കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകമാനം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ബി അശോകിൻ്റെ മുൻകാലങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് എത്രമാത്രം വ്യവസ്ഥാ വിരുദ്ധമായിരുന്നു, അത് എത്രമാത്രം ഹിന്ദുത്വ ആഭിമുഖ്യം പുലർത്തതായിരുന്നു ഇതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ബി അശോക് ധാരാളം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. ഗുരുവിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ എഴുത്തുകളിലൂടെ മലയാളികളോട് സംവദിക്കുന്ന ഒരാളാണ് ഡോക്ടർ ബി അശോക്. അദ്ദേഹം സർക്കാരിനെ കുറിച്ച് ഈ അടുത്ത കാലത്തായിട്ട് സർക്കാരിൻ്റെ പരിപാടികളെക്കുറിച്ച് ധാരാളം ചാനലുകളിൽ സംസാരിക്കുന്നതും നാം കേട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ സർക്കാർ ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ളത്. ബി അശോക് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ, ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം 2013 നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെയാണ്. അത് 2013 ഏപ്രിൽ 24 കേരള കൗമുദിയിൽ അദ്ദേഹം ലേഖനം എഴുതി. മോദി ശിവഗിരിയിൽ വന്നാൽ എന്താ എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അത് മോദി ആ സമയത്ത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗുജറാത്തിൽ നടത്തിയ വംശഹത്യയുടെ പാപഭാരം ആയി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകമാസകലം മോദിക്കെതിരെ വിമർശനം ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് മോദി ശിവഗിരിയിലെത്തുന്നത്. അപ്പോൾ ശിവഗിരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് സ്വാഭാവികമായും മുഴുവൻ ജനങ്ങളും, സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ, ജനങ്ങളുടെ പൊതുവികാരം മോദിയുടെ ശിവഗിരി സന്ദർശനത്തിനെതിരായിരുന്നു. കാരണം ശിവഗിരി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ സർവമത സമഭാവനയുടെ സന്ദേശം ഉയർത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കേന്ദ്രമായിട്ടുള്ള അദ്ദേഹം സ്ഥാപിച്ച ശിവഗിരിയിലേക്കാണ് മോദി വരുന്നത്. സ്വാഭാവികമായും വലിയ എതിർപ്പ് അതിനെതിരെ ഉണ്ടായി. ആ സമയത്താണ് ഇദ്ദേഹം 2013 ഏപ്രിൽ 24 കേരള കൗമുദിയിലെ മോദി ശിവഗിരിയിൽ വന്നാൽ എന്താ എന്ന ശീർഷകത്തിൽ ലേഖനം എഴുതുന്നത്. അദ്ദേഹം അതിൽ പല കാര്യങ്ങളാണ് ഉയർത്തിയിരുന്നത്, പല വാദങ്ങളാണ് ഉയർത്തിയിരുന്നത്. മോദിയുടെ ശിവഗിരി സന്ദർശനം ശിവഗിരിയെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുമെന്ന വിചിത്രമായ വാദഗതിയാണ് അദ്ദേഹം ഉയർത്തിയത്. മോദി വന്നതിന് ശേഷം ശിവഗിരിയെ ഇന്ത്യയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ശ്രീനാരായണ ഗുരുവും ശിവഗിരിയും അത്രയേറെ ഇന്ത്യയിലെ പൊതുരംഗത്ത്, സാംസ്കാരിക രംഗങ്ങളിലെ സംവാദ കേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധേയനായ ഒരു സ്ഥലവും ഒരു വ്യക്തിയുമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വാദഗതിയും അതോടൊപ്പം ഉയർത്തിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഡൽഹിയിൽ സിഖുകാർക്കെതിരെ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടന്നു. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും സർക്കാരുകളിൽ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഒക്കെ ശിവഗിരിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ തടയുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതായത് അദ്ദേഹം ഇന്ത്യയിൽ പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെയും വംശഹത്യ നടത്തിയ ഒരു സംഘടനയും, സംഘപരിവാറിനെ പോലെ സംഘടനയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. സ്വാഭാവികമായി സർക്കാർ പ്രതികരിച്ചു. അദ്ദേഹത്തിന് സസ്പെൻഷനായി. പിന്നീട് അദ്ദേഹത്തിന് കോടതിയിൽ പോയി സസ്പെൻഷൻ പിൻവലിക്കുകയൊക്കെയാണ് ഉണ്ടായത്. ഇതാണ് 2013 ബി അശോകിനെ പൊതുരംഗത്തേക്ക്, പൊതുജനശ്രദ്ധയിലെത്തിച്ച ഒരു സംഭവം. അതിനുശേഷം അദ്ദേഹം പിന്നീട് വളരെയേറെ എഴുതിയ ഒരു സംഭവം ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം 2015 ഈ കേരളത്തിൽ ആദ്യമായൊരു ബീഫ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ബീഫ് ഫെസ്റ്റിവലിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ആദ്യം പറയാം. 1995 മഹാരാഷ്ട്രയിൽ ഒരു നിയമം കൊണ്ടുവന്നു. ശിവസേന BJP സഖ്യമാണ് നിയമം കൊണ്ടുവന്നത്. 1976 മൃഗസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറയുന്നത് പശുവിനെ അറുക്കുന്നതും ബീഫ് വിൽക്കുന്നതും കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു. ആ സമയത്ത് രാഷ്ട്രപതി അത് ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ല. പിന്നീട് 2015 ഏകദേശം 19 കൊല്ലത്തിന് ശേഷം പ്രണാബ് മുഖർജി ആ ബില്ലിൽ ഒപ്പുവെക്കുകയും അതൊരു നിയമമായി മാറുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ബീഫ് വിൽക്കുന്നതും കഴിക്കുന്നതൊക്കെ കുറ്റകരമായി മാറി 5 വർഷം തടവ് ശിക്ഷ കൊണ്ടുവന്നൊരു നിയമമായിരുന്നു അത്. അപ്പോൾ ഈ സമയത്ത് സ്വാഭാവികമായും ഇന്ത്യയിൽ ആകമാനം ഇതിനെതിരെ ഒരു വികാരമുണ്ടായിരുന്നു.
പക്ഷേ അതേസമയം 2012 ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കീഴാള വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ബീഫ് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ ബീഫ് ഉപയോഗിക്കുന്നതിനെതിരെ ദളിതർക്കും പിന്നാക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ സർക്കാരുകൾ നടപടിയെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ കീഴാള വിദ്യാർത്ഥികൾ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അത് ഒരു വംശീയവൽക്കരണത്തിനെതിരെയുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ഉസ്മാനിയ വിദ്യാർത്ഥികൾ അന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ തയ്യാറായത്. അന്ന് സി പി എമ്മിനെ പോലെയുള്ള സംഘടനകളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ ബീഫ് ഫെസ്റ്റിവലിനെതിരായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് 2015 മഹാരാഷ്ട്രയിലെ ഈ നിയമം വന്നതിന് ശേഷം കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവൽ കൊണ്ടുവന്നു. ഈ ബീഫ് ഫെസ്റ്റിവൽ അന്ന് നടത്തിയത് SFIയും DYFIയും പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ 2015 കേരളത്തിൽ ആകമാനം പല പ്രദേശങ്ങളിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലെ തിരുവനന്തപുരത്ത് പോലെയുള്ള സംസ്ഥാന കേന്ദ്രങ്ങളിലെ വിവിധ കോളേജുകളിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ബീഫ് ഫെസ്റ്റിവൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബീഫ് ഫെസ്റ്റിവൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. ബീഫും ബീഫ് ഫെസ്റ്റിവലുകളും വലിയ ചർച്ചാ വിഷയമായി മാറി. ഈ സമയത്ത് B. അശോക് ഒരു ലേഖനം മനോരമയിൽ എഴുതി. അന്ന് അദ്ദേഹം വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. 2015 മാർച്ച് 15 മലയാള മനോരമയിൽ അദ്ദേഹം എഴുതിയ ലേഖനം ബീഫ് അപകടകരം എന്നാണ് അതിൻ്റെ ശീർഷകമായിരുന്നത്. അതിൽ അദ്ദേഹം വാദിച്ചത് ഇതാണ്: ഗോമാംസം കഴിക്കുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് ഗോമാംസം നാം കഴിക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതേസമയം അദ്ദേഹത്തെ നിരോധിക്കണമെന്ന അഭിപ്രായമൊന്നുമില്ല. മറിച്ച് ഗോമാംസം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബീഫ് ഫെസ്റ്റിവലുകൾ അത് ഗുണകരമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ലേഖനത്തിൽ വാദിച്ചത്. ബീഫിന് പകരം അദ്ദേഹം ചിക്കനും മീനും കഴിക്കാൻ നിർദ്ദേശിച്ചു. സ്വാഭാവികമായും അദ്ദേഹം വൈസ് ചാൻസലറായി ഇരിക്കുന്നത് ഒരു കാർഷിക സർവകലാശാലയിലാണ്. അവിടെ ബീഫ് എന്ന് പറയുന്നത് ഒരു പഠന വിഷയമാണ്, അല്ലെങ്കിൽ ഗോമാംസവും അതുപോലെ മാംസഭക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയുള്ള സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഏതാനും അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ട് ബീഫ് കഴിച്ച ആത്മഹത്യ വൈസ് ചാൻസലറുടെ ശാസ്ത്രീയ ലേഖനത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു എന്ന ശീർഷകത്തിൽ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തി. ഇത് സർവകലാശാലയിലെ വൈസ് ചാൻസലർക്കെതിരെ നടത്തിയ, അതിൻ്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ലേഖനത്തിനെതിരെയുള്ള ഒരു പ്രതികരണം എന്ന നിലയിലായിരുന്നു അന്നത്തെ ബീഫ് ഫെസ്റ്റിവൽ നടന്നത്. ഈ നേരത്തെ പറഞ്ഞതായിരുന്നു അതിൻ്റെ ശീർഷകം. ഇതിനൊരു മറുപടിയുമായി അടുത്ത ദിവസം ഏപ്രിൽ 12 കേരള ശബ്ദത്തിൽ ബീഫ് നിയമം, ആരോഗ്യം, രാഷ്ട്രീയം എന്ന ശീർഷകത്തിലെ B. അശോക് ഒരു ലേഖനം എഴുതി. ഈ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് പരിഷ്കൃതമായ സരസ്വതി ക്ഷേത്രത്തിൽ അരങ്ങേറാൻ പാടില്ലാത്ത സമരമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത്. ബീഫ് കഴിക്കാനും കഴിച്ച് ആത്മഹത്യ ചെയ്യാനും ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും അവകാശമുണ്ടെന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു വാദം, ഈ കുറച്ചുകൂടി അപകടം പിടിച്ചൊരു വാദം കൂടി ഈ ലേഖനത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബീഫ് നിരോധിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സെക്കുലറായ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ബീഫ് നിരോധനം എന്ന് പറയുന്നതിൽ ഒരു വംശീയമായ ഘടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സെക്കുലറായ നിയമ സംവിധാനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് ബീഫ് നിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നൊരു നെറേറ്റീവാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ കൂടി എഴുതി: വ്യക്തമായും ആരോഗ്യപരവും നിയമപരവുമായ അടിസ്ഥാനം മനസ്സിലാക്കുന്നതിൽ നിന്ന് ക്രിസ്തുദൃഷ്ടിയോ രാഷ്ട്രീയമോ ലാഭാധിഷ്ഠിതമോ ആയ കാഴ്ചപ്പാട് അവരെ തടഞ്ഞിരിക്കുന്നത് കൊണ്ടും അപൂർവം ചില മൃഗവൈദ്യ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ബീഫിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബീഫ് നിരോധനമോ നിരുത്സാഹപ്പെടുത്തലോ സെക്കുലർ രാഷ്ട്രീയത്തിനെതിരാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. എങ്ങനെയോ ബീഫ് ഒരു സെക്കുലർ നന്മയാണെന്ന് അവർ കരുതുന്നു. ഇത് അബദ്ധമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കേരള ശബ്ദത്തിലെ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം. കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞു. എൻ്റെ ലേഖനം മദ്യത്തെക്കുറിച്ച് ആയിരുന്നുവെങ്കിൽ, ബീഫിനെ കുറിച്ച് ആയതുകൊണ്ട് നന്നായി, ഈ മദ്യത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ മദ്യപ്രേമികളുടെ പരസ്യപാനം സർവകലാശാലയിൽ നടക്കുമായിരുന്നു എന്നൊരു പരിഹാസവും അദ്ദേഹം പറഞ്ഞു. ഇതേ ദിവസം മറ്റൊരു കാര്യം മനസ്സിലാക്കും. ഇതേ ദിവസം ഏകദേശം ഈ ബീഫ് ഫെസ്റ്റിവലിനെ കുറിച്ച് നടക്കുന്ന ഇതേ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ട് VCയുടെ നേതൃത്വത്തിൽ ഒരു ഗോദാനം കൂടി അവിടെ നടത്തി. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനെ ഒരു ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ഒരു അനുമോദനം എന്ന നിലയിൽ ഒരു പശുവിനെ അദ്ദേഹം സർവകലാശാല അങ്കണത്തിൽ വെച്ച് കയറ് കൊടുത്തുകൊണ്ട് അനുമോദിച്ചു. അപ്പോൾ ഇതിനെ കേരള ശബ്ദം ഇതിനെ വിശേഷിപ്പിച്ചത് അത്യപൂർവമായ ഗോദാനം എന്നാണ്. അത്യപൂർവമായ ഗോദാനം എന്ന ഈ ലേഖനം, ഈ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് 2015 മാർച്ച് 14 പിന്നീട് ബീഫ് ഫെസ്റ്റിവലിൻ്റെ ഈ പരമ്പര തുടർന്നു. ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടന്നു. അപ്പോൾ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് അദ്ദേഹം മലയാളം
വാരികയിൽ ഒരു ലേഖനം എഴുതി. ഈ ലേഖനത്തിന് തലക്കെട്ട് നമുക്കെന്തുകൊണ്ട് പോർക്ക് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു ഇതിൻ്റെ ശീർഷകം. ഗുരുവായൂർ കോളേജ് അങ്കണത്തിൽ ബീഫ് കറി ഭക്ഷിച്ച് സായുജ്യമടഞ്ഞവർ മമ്പാട് കോളേജിൽ പോർക്കുത്സവം എന്നാണ് സംഘടിപ്പിക്കുക? ജനാധിപത്യ യുവജനത ബീഫ് പോർക്ക് നിരോധനത്തെ ഇരു വിഭവങ്ങളും മൃഷ്ടാന്നം ഭുജിച്ചുകൊണ്ട് പൊന്നാനിയിലോ കൊണ്ടോട്ടിയിലോ ആണ് പരസ്യ പ്രചാരണം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ അത് ജനാധിപത്യത്തിൽ ചെറുത്തുനിൽപ്പിന്റെ പൂർണ്ണ ആവിഷ്കാരമാകുമായിരുന്നു. ഒന്ന് സാധ്യവും മറ്റേത് അസാധ്യവും എന്നത് എന്തുകൊണ്ടാണ്? മതമില്ലാത്ത ജനാധിപത്യ സെക്കുലർ യുവജനത താമസമില്ലാതെ അത് ചെയ്യേണ്ടതല്ലേ? ഇത് രണ്ടും ഒരു നിശ്ചിത ദിവസം ജനാധിപത്യ യുവജനത ചെയ്താൽ അവരുടെ ഉദ്ദേശം സങ്കുചിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ വാദം ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നൊരു അവരുടെ ഉദ്ദേശം സങ്കുചിതമല്ലെന്നാണ്. നമുക്കറിയാം ബീഫ് ഫെസ്റ്റിവൽ ഒരു വംശീയ പ്രചരണത്തിനെതിരെ, വംശീയ ആക്രമണത്തിനെതിരെ നടന്ന ഒരു ഉത്സവം എന്ന രീതിയിൽ, ഒരു പ്രതികരണം എന്ന നിലയിലാണ് ബീഫ് ഫെസ്റ്റിവൽ ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതൊരു ഭക്ഷ്യപ്രശ്നമായിട്ട്, അതൊരു ആഹാര പ്രശ്നമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദുരനുഭവം കൂടിയാണ് ഈ ബി അശോകനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വാദങ്ങളെന്നും കൂടി ഇടയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതേ ലേഖനത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ദേശീയ ജനാധിപത്യ യുവജനങ്ങൾ ഇത്തരമൊരു മാംസത്തെ മാത്രം ഫെസ്റ്റിവൽ നടത്തി പ്രൊമോട്ട് ചെയ്യുകയും ഗുരുവായൂർ കലാലയത്തിൽ വരെ ആയത് ശ്രമപ്പെട്ട് ആചരിക്കുകയും ചെയ്യുമ്പോൾ മതശക്തികൾ, ശ്രദ്ധിക്കണം, മതശക്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിയമബാഹ്യമായ കെട്ടൂരത്താൽ നിരോധിക്കുന്ന പോർക്കിനു വേണ്ടിയും ഒരു അരശബ്ദമുയർത്തണ്ടേ? വിശുദ്ധ മാംസം കഞ്ഞി വിളമ്പിയാൽ കേരളത്തിലെ ചില ജില്ലകളിൽ ഹോട്ടലുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു എന്ന് വളരെ സെക്കുലറായ ഹമീദ് ചേന്നമംഗലൂർ മലയാളത്തിൽ പറയുന്നു. ഈ പറഞ്ഞതിന് അദ്ദേഹം, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നോക്കട്ടെ, അദ്ദേഹം പറയുന്നത് പോർക്ക് ഫെസ്റ്റിവലുകൾ, പോർക്കിന് മലപ്പുറത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ പോർക്കിന് വിലക്കുണ്ടെന്നും ഇവിടെയുള്ള നോമ്പ് കാലങ്ങളിൽ അതുപോലെ മറ്റ് സമയങ്ങളിൽ ഇത് കഞ്ഞി വിളമ്പുകയാണെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് കൂട്ടത്തിൽ അദ്ദേഹം ഈ പ്രശ്നത്തെ ചേകന്നൂർ മൗലവിയും കൂടിയായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെയൊക്കെ പറയുന്ന ഹമീദ് ചേന്നമംഗലൂരിനെ മൗലവിയുടെ ഗതി വരാതിരിക്കട്ടെ, ചേകന്നൂർ മൗലവിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, മൗലവിയുടെ ഗതി വരാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഫ് ഫെസ്റ്റിവലിനെ ആഹാര സ്വാതന്ത്ര്യം എന്ന പ്രശ്നത്തിലേക്ക് ചുരുക്കുകയാണ്. എങ്ങനെയാണോ DYFIയും SFI ഒക്കെ ഇതിനെ ആഹാര സ്വാതന്ത്ര്യം എന്ന പ്രശ്നത്തിലേക്ക് ചുരുക്കിയത്, അതുപോലെ തന്നെ ബി അശോകും ഇതിനെ ആ രീതിയിൽ ചുരുക്കുകയാണ്. ഈ ചുരുക്കുന്നതിൻ്റെ പ്രത്യേകത, അദ്ദേഹം ബീഫിനെ മാത്രമല്ല പന്നിയെയും കൂടി പറയുന്നു. നമുക്കറിയാം പന്നിയെ ആരും വിലക്കിയിട്ടില്ല. കേരളത്തിലെ ഒരു പ്രദേശത്തും പന്നി വിളമ്പുന്നതിനെ ആരും രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ പന്നി വിളമ്പുന്നതിന്, പന്നി ഭക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ വിലക്ക് കേരളത്തിൽ ഉണ്ട് എന്ന രീതിയിൽ ഒരു ആഖ്യാനം ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ മതേതര വിഭാഗങ്ങൾ അതിനാവശ്യമായ ഇന്ധനം നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ബീഫ് ഫെസ്റ്റിവലിനെ നോമ്പുകാലവുമായി ബന്ധപ്പെടുത്തിയതാണ്. നമുക്കറിയാം നോമ്പുകാലത്തെക്കുറിച്ച് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആഖ്യാനങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. നോമ്പുകാലങ്ങളിൽ മലപ്പുറത്ത് ഭക്ഷണം ലഭിക്കില്ല, ഭക്ഷണം ലഭിക്കാതെ മരിച്ച, ഭക്ഷണം ലഭിക്കാതെ തളർന്നു വീണ, സർവത്ത് കിട്ടാതെ തളർന്നു വീണവരെ കുറിച്ചുള്ള ധാരാളം ആഖ്യാനങ്ങൾ നോമ്പുകാലത്തുണ്ടാവാറുണ്ട്. അപ്പോൾ അതും അദ്ദേഹം അതിനെക്കുറിച്ചും ഈ സമയത്ത് തന്നെ അദ്ദേഹം എഴുതുകയുണ്ടായി. അതായത് 2015 ഏപ്രിൽ 17 നമുക്കെന്തുകൊണ്ട് ഒരു പോർക്ക് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നില്ല എന്ന ശീർഷകത്തിലെ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ നമ്മൾ പോർക്ക് ഫെസ്റ്റിവലുകൾ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ആഹാര സ്വാതന്ത്ര്യമാണെങ്കിൽ നോമ്പുകാലത്ത് മലപ്പുറത്ത് ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. എങ്ങനെയുള്ള സ്ഥലത്ത് സർക്കാരിൻ്റെ നിയമങ്ങളിലൂടെ, സർക്കാരിൻ്റെ ലൈസൻസിലൂടെ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന മലപ്പുറത്തെ ആളുകൾ നോമ്പുകാലങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ അടച്ചിടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. സ്റ്റേറ്റ് നിയമനിർമ്മാണത്തിലൂടെ ഏതെങ്കിലും ഒരു തരം മാംസം നിഷേധിക്കുന്നത് മാത്രമല്ല അവകാശ ലംഘനവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതപ്പെടുത്തലും. പിന്നെയോ ഒരു മതം അതിൻ്റെ നിഷ്ഠയിലൂടെ അഥവാ ആചരണത്തിലൂടെ ഒരു വിസ്തൃത ഭൂപ്രദേശത്ത് 1 മാസത്തോളം പകൽ ഒരു ഭക്ഷണ വിപണനവും അനുവദിക്കാതിരിക്കാൻ വിൽക്കുന്നതിൻ്റെയും സഞ്ചാരികളുടെയും പച്ചയായ അവകാശ ലംഘനമാണ് ഇങ്ങനെ വിൽക്കാതിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ലൈസൻസ് നേടിയ റെസ്റ്റോറൻറ്റ് ഇപ്രകാരം സേവനം നിഷേധിച്ച് അടച്ചിടുന്നത് ആ ലൈസൻസിൻ്റെ വ്യവസ്ഥാ ലംഘനമാണ്. അതുകൊണ്ട് സ്റ്റേറ്റിനുള്ളിലെ സ്റ്റേറ്റായ മതം ഇങ്ങനെ ദുശാഠ്യം പിടിക്കുന്നത് കണ്ടു നിൽക്കാൻ പാടില്ല. പകരം എന്തു ചെയ്യണം? അവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. അതായത്
ബീഫ് ഫെസ്റ്റിവലുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട്, ബീഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് അദ്ദേഹം എത്തുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ യാഥാർത്ഥ്യമുണ്ടായിരിക്കാം. അദ്ദേഹം KM എബ്രാഹിമിനെ കുറിച്ച് പറയുന്നു, അതിൽ യാഥാർത്ഥ്യമുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതി, അദ്ദേഹം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ യുക്തികളാണ്. അദ്ദേഹം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ യുക്തികളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കൂടി പരിശോധിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ നടപടികളെ കുറിച്ച് നാം മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നാം അവസാനിപ്പിക്കുകയാണ്.